ആന്റണി രാജുവിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ തൊണ്ടി മുതൽ കേസിൽ അഭിഭാഷകനായിരുന്ന ആന്റണി രാജുവിനെതിരായ ആരോപണം ഗുരുതരമാണ് എന്നാണ് സർക്കാരിന്റെ നിലപാട്. രാഷ്ട്രീയ ഭാവി തകർക്കാനുള്ള കേസ് എന്ന വാദം അടിസ്ഥാനരഹിതമാണെന്നും സർക്കാരിന്റെ എതിർ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. ബി ബാലഗോപാൽ വിവരങ്ങളുമായി. ബാലു, നേരത്തെ തന്നെ വലിയ കോളിളക്കം സൃഷ്ടിച്ച കേസാണ്. മെല്ലെപ്പോക്ക് ഈ കേസിൽ സംഭവിക്കുന്നു എന്നടക്കമുള്ള നിരവധി വിവാദങ്ങൾ ഉണ്ടായതാണ്. അതിന് പിന്നാലെ ഇപ്പോൾ സർക്കാർ ഏത് തരത്തിലാണ് ആന്റണി രാജുവിനെതിരെ നിലപാട് വിശദീകരിക്കുന്നത്? തൊണ്ടുമുതൽ കേസിൽ ജസ്റ്റിസ് CT രവികുമാറിന്റെ അധ്യക്ഷതയിലുള്ള സുപ്രീം കോടതി ബെഞ്ച് പരിഗണിക്കാനിരിക്കെയാണ് കേസിൽ സംസ്ഥാന സർക്കാർ എതിർ സത്യവാങ്മൂലം ഫയൽ ചെയ്തിരിക്കുന്നത്. ഇതിൽ ആന്റണി രാജു ഈ കേസിൽ നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് പുനരന്വേഷണം നടത്തുന്നതിനെ ശക്തമായി എതിർത്തിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ എതിർ സത്യവാങ്മൂലം ഫയൽ ചെയ്തിരിക്കുന്നത്. ഇതിലാണ് ഈ ആന്റണി രാജുവിനെതിരായ ആരോപണം ഗുരുതരമാണ് എന്ന് സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. തൊണ്ടുമുതൽ കേസിലെ അഭിഭാഷകനായിരുന്ന ആന്റണി രാജുവിനെതിരെ ആരോപണം ഗുരുതരമാണ് എന്നാണ് സംസ്ഥാന സർക്കാർ ഈ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. രാഷ്ട്രീയ ഭാവി തകർക്കാനുള്ള കേസ് എന്ന വാദം അടിസ്ഥാനരഹിതമാണെന്നും സംസ്ഥാന സർക്കാരിന്റെ ഈ എതിർ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഈ എതിർ സത്യവാങ്മൂലം ഈ ഫയൽ ചെയ്യാൻ വൈകിയ സംസ്ഥാന സർക്കാരിന്റെ നടപടിയെ സുപ്രീം കോടതി നിശ്ചിതമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു. ഈ പുനരന്വേഷണത്തിനെ ചോദ്യം ചെയ്തുകൊണ്ട് ആന്റണി രാജു നൽകിയിരിക്കുന്ന ഹർജി തള്ളണമെന്നും സംസ്ഥാന സർക്കാർ കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന ഈ സത്യവാങ്മൂലത്തിൽ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്ന് ഈ കേസ് പരിഗണിക്കാനിരിക്കെയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ എതിർ സത്യവാങ്മൂലം. ആന്റണി രാജുവിനെതിരായ ആരോപണം അത് ഗുരുതരമാണ് എന്ന നിലപാടാണ് സുപ്രീം കോടതിയിൽ സർക്കാർ സ്വീകരിക്കുന്നത്. ബി ബാലഗോപാലാണ് ആ വിവരങ്ങൾ നൽകിയത്.